ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് മാത്സ് ആൻഡ് മെന്റബിലിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? -5 നിന്ന് ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? അപ്പോൾ നമുക്ക് -5 നിന്ന് ഏത് നമ്പർ, അപ്പോൾ -5 മൈനസ് ഏത് നമ്പർ നമുക്ക് അറിയില്ല, അതുകൊണ്ട് അതിനെ എക്സ് എടുക്കുക. അപ്പോൾ -5 മൈനസ് എക്സ് ഈക്വൽ ടു കുറച്ച് 14 കിട്ടും, -14 കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പം -14. അപ്പോൾ -5 -14 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +14 ആവും. -5 + 14 ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 14 - 5 എന്ന് പറയുമ്പോൾ 9. അപ്പം ആൻസർ 9. ആൻസർ 9. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പെൻസിലിന്റെ വില 4.54 ആയാൽ അതുപോലെ 30 പെൻസിലുകളുടെ വില. ഒരു പെൻസിലിന്റെ വില 4.54 ആയാൽ അതുപോലെ 30 പെൻസിലുകളുടെ വില. പെൻസിലുകളുടെ ആകെ വില ഈക്വൽ ടു ഒരു പെൻസിലിന്റെ വില ഇൻറ്റു പെൻസിലുകളുടെ എണ്ണം. ഒരു പെൻസിലിന്റെ വില എന്ന് പറയുന്നത് 4.54 ആണ്. ആകെ 30 പെൻസിലുകളുടെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. എണ്ണം എന്ന് പറയുന്നത് 30 ആണ്. അപ്പം 4.54 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 136.20. ആൻസർ വരുന്നത് 136.20. അരുൺ തന്റെ ക്ലോക്കിൽ 6 PM മണിക്കൂർ സൂചി വടക്കു ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 9:15 PM ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ ഏത്? അരുൺ തന്റെ ക്ലോക്കിൽ 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു. 6 PM നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ആണ്. അപ്പോൾ 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്കാണ് വെച്ചിരിക്കുന്നത്. 6 PM വടക്ക് ദിശ. വടക്ക് ദിശ എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ നോർത്ത്, നമ്മുടെ സൗത്ത്, ഇവിടെ സൗത്ത്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അങ്ങനെയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വടക്ക് ദിശയിലേക്ക് 6 PM വാങ്ങിക്കുമ്പോൾ സെറ്റ് ചെയ്തു തന്നെ. അപ്പോൾ ഒരു ക്ലോക്കിൻ്റെ പിക്ചർ വരച്ചിട്ട് 12, 3, 6, 9 എന്ന് നോക്കുക. എന്നിട്ട് ഡയറക്ഷൻ 12, 6. 6 എന്നുള്ളത് വരുന്നത് എവിടെ ഇരിക്കണം? നോർത്ത് ആയിരിക്കണം. അപ്പോൾ 6ൻ്റെ അവിടെ നോർത്ത്. അപ്പോൾ 9 ഈസ്റ്റ് ആയിരിക്കും, മറ്റേത് 12 എസ് ആയിരിക്കും, 3 എന്നുള്ളത് വെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് 9:15 PM ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ. 9:15 എന്ന് പറയുമ്പോൾ 9-ലും 3-ലും ആയിരിക്കും. അപ്പോൾ മിനിറ്റ് സൂചിയുടെ ദിശ ചോദിച്ചു. അപ്പോൾ അത് വെസ്റ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആൻസർ വരുന്നത് പടിഞ്ഞാറ്. ആൻസർ പടിഞ്ഞാറ്. പ്ലസ് സങ്കലനം എന്നാൽ ഹരണവും വ്യവകലനം എന്നാൽ ഗുണനം, ഗുണനം എന്നാൽ സങ്കലനവുമായ 100 + 10 - 20 × 2 ഈക്വൽ ടു ഡാഷ്. അപ്പം 100 പ്ലസിന് പകരം എന്തായിരിക്കണം? ഹരണം. 100 ഹരണം 10, മൈനസിന് പകരം ഇൻറ്റു ആണ്. അപ്പോൾ 10 × 20, ഇൻറ്റുവിന് പകരം പ്ലസ് ആണ്, 20 + 2 എന്നായിരിക്കും. അപ്പം 100 ഹരിക്കണം 10 എന്ന് പറയുമ്പോൾ 10. പിന്നെ 10 × 20 എന്ന് പറയുമ്പോൾ 200. 10 × 20 എന്ന് പറയുമ്പോൾ 200. 200 + 2 എന്ന് പറയുമ്പോൾ 202. അപ്പം ആൻസർ വരുന്നത് 202. 202. അടുത്ത ക്വസ്റ്റ്യൻ. 76,54,325 എന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണ്? 76,54,325 എന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണ്? 11ന്റെ ഹരണനിയമം അനുസരിച്ച് ഒന്നിടവിട്ട സംഖ്യകളുടെ തുകയുടെ വ്യത്യാസം 0 അല്ലെങ്കിൽ 11ന്റെ ഗുണിതമോ ആയാൽ ആ സംഖ്യയെ 11 കൊണ്ട് നിശ്ശേഷം ഹരിക്കാം. 11ന്റെ ഹരണനിയമം അനുസരിച്ച് 11 കൊണ്ടാണ് ഹരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 11ന്റെ ഹരണനിയമം അനുസരിച്ച് ഒന്നിടവിട്ട സംഖ്യകളുടെ തുകകളുടെ വ്യത്യാസം 0 അല്ലെങ്കിൽ 11ന്റെ ഗുണിതമോ ആയാൽ ആ സംഖ്യയെ 11 കൊണ്ട് നിശ്ശേഷം ഹരിക്കാം. സംഖ്യ എന്ന് പറയുന്നത് 76,54,325. ഒന്നിടവിട്ട സംഖ്യ എന്ന് പറയുമ്പോൾ 7, 5, 3, 5. അപ്പോൾ 7 + 5 + 3 + 5 എന്ന് പറയുന്നത് 20. പിന്നെ 6 + 4 + 2 എന്ന് പറയുന്നത് 12. അപ്പോൾ 20 - 12 എന്ന് പറയുമ്പോൾ 8 ആണ് കിട്ടുന്നത്.
അപ്പോൾ ശിഷ്ടം എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഹരണനിയമം അനുസരിച്ച് തുകയുടെ വ്യത്യാസം 0 അല്ലെങ്കിൽ 11ന്റെ ഗുണിതമോ ആയാൽ ആ സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാന്നാണ്. നിശേഷം ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വ്യത്യാസം തന്നെയായിരിക്കും അതിൻ്റെ ശിഷ്ടം വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് 8. 20 - 12 എന്ന് പറയുമ്പോൾ 8. ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 12.9 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് 12.9 സെന്റിമീറ്റർ. അതിന്റെ ഒരു വശത്തിന്റെ നീളമാണ് കണ്ടിരിക്കുന്നത്. ഒരു സമഭുജ ത്രികോണത്തിന് വശങ്ങൾ എന്ന് പറഞ്ഞാൽ തുല്യമായിരിക്കും. 3 തുല്യ വശങ്ങളാണ് ഉള്ളത്. ചുറ്റളവിനെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. ചുറ്റളവ് എന്ന് പറയുന്നത് 12.9 ആണ് ചുറ്റളവ്. അതിന് ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കുക, 3 കൊണ്ട് ഹരിക്കുക. 3 വശമാണുള്ളത്. അപ്പോൾ 12.9 ഹരിക്കണം 3 എന്ന് പറയുമ്പോൾ 4.3. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 4.3 സെൻറ്റിമീറ്റർ ആണ്. 4.3 സെൻറ്റിമീറ്റർ. 2 × 5 × 7 × 4 × 2 × 5 × 7 എന്നതിൻ്റെ വർഗ്ഗമൂലം എത്ര? വർഗ്ഗമൂലം ചോദിച്ചാൽ √2 × 5 × 7 × 2 × 5 × 7. അപ്പം 4 2 ഉണ്ട്. അപ്പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ 2 2 ആവും. അപ്പോൾ 2 × 2. പിന്നെ 2 5 ഉണ്ട്. അപ്പോൾ ഒരു 5 എടുക്കുക. 2 × 2 × 5 7 2 ഉണ്ട്. പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു 7. അപ്പം 2 × 2 എന്ന് പറയുമ്പോൾ 4. 5 × 7 എന്ന് പറയുമ്പോൾ 35. 4 × 35 എന്ന് പറയുമ്പോൾ 140. ആൻസർ 140. +8 × +12 ഹരിക്കണം +4 × -6. ആദ്യം 12 ഹരിക്കണം 4 ചെയ്യുക. 12 ഹരിക്കണം 4 എന്ന് പറയുമ്പോൾ 1 4 12 3. 12 ഹരിക്കണം 4 എന്ന് പറയുമ്പോൾ 3. അപ്പോൾ 8 × 3 × -6 ആയി. 8 × 3 എന്ന് പറയുമ്പോൾ 8 3 24. 24 × -6. 24നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 144. അപ്പോൾ മൈനസ് ആണ്. അപ്പോൾ ആൻസർ -144. 1.25 - 0.25 ഡിവൈഡഡ് ബൈ 1.25 + 0.75 ഈക്വൽ ടു 1.25 - 0.25 എന്ന് പറയുമ്പോൾ 1.25 0.25 പോകുമ്പോൾ 1. അതുപോലെ 1.25 കൂടെ 0.75 കൂട്ടുമ്പോൾ 2 കിട്ടും. അപ്പോൾ 1/2 ആണ്. 1/2 എന്ന് പറയുമ്പോൾ 0.5. ആൻസർ 0.5. ഒരു സംഖ്യയിൽ നിന്നും 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യ സംഖ്യ ഏത്? ഒരു സംഖ്യയിൽ നിന്നും ഏതാ സംഖ്യ നമുക്കറിയില്ല. അപ്പോൾ അതിന് എക്സ് എടുക്കുക. സംഖ്യയിൽ നിന്നും എക്സ് മൈനസ് 3.8 കുറച്ച്. അപ്പോൾ എക്സ് മൈനസ് 3/8 വീണ്ടും 1. അപ്പോൾ ഹോൾ മൈനസ് 1/8. അപ്പോൾ കുറയ്ക്കുമ്പോൾ നമുക്ക് 5/12 കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇക്വേഷൻ? എക്സ് മൈനസ് 3/8 മൈനസ് 1/8 എന്ന് പറയുമ്പോൾ 5/12. 5/12. പിന്നെ 3/8 മൈനസ് 1/8 ആണ്. അപ്പോൾ 3 1 4 4/8 ആവും. എക്സ് മൈനസ് 4/8 ഈക്വൽ ടു 5/12. എക്സിന് 4/8 നമുക്ക് ചെറുതാക്കുമ്പോൾ 1/2 ആക്കാം. 1 4 24 1/2 ആക്കാം. ഈ 1/2നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എക്സ് ഈക്വൽ ടു 5/12 പ്ലസ് 1/2. ചെയ്ത ഒരുപോലെ ആക്കണം. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 6 6 2 × 6 12. അപ്പോൾ 5/12 പ്ലസ് 6/12 എന്ന് കിട്ടും. 5 6 11 11/12. ആൻസർ വരുന്നത് ഓപ്ഷൻ 11/12 ആണ്. ഓപ്ഷൻ എ ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 11/12 ആണ്. താങ്ക് യു.